നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ, അതായത് ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ 56ാമത് പിറന്നാളാണ്. ആ പിറന്നാൾ ആഘോഷിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ആ ഫോട്ടോ നരേന്ദ്രമോദിയും ഇത് ചെയ്യുന്നത് BJP-ക്കാരും ഒക്കെ ആയിരുന്നെങ്കിൽ ഒരാഴ്ചത്തെ ട്രോളിനുള്ള വകുപ്പുണ്ടായിരുന്നു എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ആയിപ്പോയില്ലേ. ഗംഗാജലം ഒഴിച്ച് അഭിഷേകം നടത്തുന്നു, പാലൊഴിച്ച് അഭിഷേകം നടത്തുന്നു. എന്തിനാണോ എന്തോ. പരശുരാമൻ്റെ രൂപത്തിലാണ് അവിടെ രാഹുൽ ഗാന്ധിയെ കാണിച്ചിരിക്കുന്നത്. ഒരു കയ്യിൽ മഴുവും, പരശുരാമൻ വേറൊരു കയ്യിൽ ഇന്ത്യയുടെ ഭരണഘടന പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നറിയില്ല. എന്തായാലും ഒരു കയ്യിൽ ഭരണഘടനയും ഒരു കയ്യിൽ മഴുവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ സംസ്കാരത്തിൽ അവരുടെ വിശ്വാസത്തിലൊക്കെ പരശുരാമനും രാമനും ഒക്കെ തീർച്ചയായിട്ടും ഒരു ഘടകങ്ങൾ തന്നെയാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് സംഘികൾ ഏതെങ്കിലും ദേവന്മാരുടെ ചിത്രങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മയവും ഇല്ലാത്ത രീതിയിൽ ചില കൂട്ടർ വിമർശിക്കുമായിരുന്നു. അവർക്കിപ്പം യാതൊരു രീതിയിലുള്ള അനക്കവുമില്ല. എന്തു പറയണമെന്ന് പോലും അറിയാതെ നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ അവസ്ഥയാണിത് കാണിക്കുന്നത്. സ്ഥിരമായി ഒരു നിലപാടിൽ നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഞാൻ മുൻപ് 1-2 വീഡിയോ ചെയ്തപ്പോൾ അതിലെടുത്ത് പറഞ്ഞ 1-2 കാര്യമുണ്ടായിരുന്നു. ഇന്ത്യ ഹൈന്ദവ ഭൂരിപക്ഷമായിട്ട് തുടർന്നങ്ങോട്ട് നിലനിൽക്കുന്ന കാലത്തോളം, എത്ര കാലം അങ്ങനെ നിൽക്കും എന്നറിയില്ല, പക്ഷേ അത്രയും കാലത്തോളവും ഒരു ഹൈന്ദവ പാർട്ടി, അതായത് അങ്ങനെ ചാപ്പ കുത്തി അടിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി മാത്രമേ ഇനി ഇന്ത്യ ഭരിക്കുകയുള്ളൂ. BJP-ക്ക് അങ്ങനെ ഒരു ചാപ്പ മറ്റെല്ലാവരും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു ഹിന്ദു പാർട്ടിയാണെന്ന്. അവരത് പലതവണ എതിർത്താണ്. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും അങ്ങനെയല്ല, നിങ്ങൾ ഹിന്ദുത്വ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് അടിച്ച് ചാപ്പ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതിപ്പോൾ അവർക്ക് ഗുണമായിരിക്കുകയാണ്. അവർക്കിനി ഇതുപോലുള്ള പ്രഹസനങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. BJP എന്നതൊരു ഹിന്ദു പാർട്ടിയാണ് എന്ന തരത്തിൽ പൊതുവെ ഒരു തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതിനാൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള കാലത്തോളം അവർക്ക് ഭരണത്തിൽ ഇരിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ കോൺഗ്രസിന് അങ്ങനെയല്ല. തങ്ങളും ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ്, അല്ലെങ്കിൽ ഇവരെക്കാൾ വലിയ ഹിന്ദുത്വം പ്രകടിപ്പിക്കുകയും പറയുകയും ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മുൻ നിലപാടുകളെല്ലാം മാറ്റിക്കൊണ്ട്, മുൻപ് അവരെന്തിനെയൊക്കെയാണോ പരിഹസിച്ചത്, എന്തൊക്കെയാണോ അവർക്ക് യോജിക്കാൻ പറ്റാത്തത്, ആ കാര്യങ്ങളെല്ലാം യാതൊരു ഉടുപ്പുമില്ലാതെ തിരിച്ച് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. ഗംഗാനദി ശുചീകരിക്കുന്ന കാര്യത്തിലാവട്ടെ, വാരണാസിയുടെ ആ പഴയ സാംസ്കാരിക തനിമ വീണ്ടെടുക്കുന്ന കാര്യത്തിലാവട്ടെ, ഇതിലൊന്നും യാതൊരു താല്പര്യം കാണിക്കാതിരുന്ന കൂട്ടരാണ് കോൺഗ്രസും അവരുടെ പിടിയാളുകളുമൊക്കെ. അവർക്ക് ഭരണമുണ്ടായിരുന്ന സമയത്തൊക്കെ ആ നദിയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 10-12 വർഷത്തിന് മുമ്പ് വാരണാസി ഒരു ലൊക്കേഷനാക്കാൻ ഇന്ത്യയിലെ ഒരു സിനിമക്കാരും താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ നമുക്കറിയാം എത്രയെത്ര സിനിമകളിൽ, ഇപ്പോൾ മലയാള സിനിമകളിൽ തന്നെ വാരണാസി പശ്ചാത്തലമായിട്ട് വരുന്നു. വാരണാസി എന്ന പേരിൽ തന്നെ എന്താ സിനിമ വരാൻ പോകുന്നു. സിനിമാക്കാരുടെ പോലും ഒരു ഇഷ്ട ലൊക്കേഷനായി ആ സ്ഥലം മാറിയിരിക്കുന്നു. അതെങ്ങനെ മാറി? അത് നരേന്ദ്രമോദിയും ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥും കൂടെ ഒന്നിച്ചാണ് അവിടെ കോടികൾ ചെലവഴിച്ച് തന്നെയാണ് ഇന്ന് കാണുന്ന ഉത്തർപ്രദേശിലെ വാരണാസി ആക്കിയെടുത്തത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തെ പല ഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് വാരണാസി. ആ വാരണാസി തന്നെയാണ് ഇപ്പോൾ ഗംഗയിലിറങ്ങി ഇവർ ഈ പ്രഹസനം കാണിക്കുന്നത്. ആലോചിച്ച് നോക്ക്. നമ്മൾ ഒത്തിരി ഒന്നും പുറകോട്ട് പോകണ്ട, കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോയാൽ മതി. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന, അതായത് ഇനി നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടം കൊണ്ട് ഏതെങ്കിലും സംഘികളാണ് ഇങ്ങനെ കാണിച്ചിരുന്നത് എന്ന് വെക്കുക, നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ട്രോളുകളുടെ ബഹളമായിരിക്കും. ഏതൊക്കെ തരത്തിൽ അവർ പരിഹസിക്കും. യഥാർത്ഥത്തിൽ അവർ മോദിയോ BJP-യോ പോലുമല്ല അതുവഴി പരിഹസിക്കുന്നത്, ആ ഒരു സംസ്കാരത്തെ തന്നെയാണ് അവർ പരിഹസിക്കുന്നത്. അതേ കൂട്ടർ ഇന്നിപ്പോൾ അവരുടെ നേതാവിന് 56ാമത്തെ പിറന്നാളാണ്, ആ പിറന്നാളിന് കാണിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ കേരളത്തിലെ ചില പ്രത്യേക ഏരിയകളിൽ ശ്മശാന നിശബ്ദതയാണ്, ഒരനക്കവുമില്ല. ഇതുപോലെ സംഖ്യകളാണ് കാണിച്ചിരുന്നെങ്കിൽ അവർക്ക് തച്ചിനിരുന്ന് ട്രോളാമായിരുന്നു. പക്ഷേ ഇതെന്ത് ചെയ്യാം? രാഹുൽ ഗാന്ധി അല്ലേ, രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയല്ലേ, അതാണ് അവസ്ഥ. അപ്പം വടക്കേ ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു പോയ കോൺഗ്രസിൻ്റെ അടിത്തറ തിരിച്ചു പിടിക്കാനുള്ള പ്രഹസന പരിപാടികൾ അവർ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അവർക്കറിയാം ഇന്ത്യ ഹൈന്ദവ ഭൂരിപക്ഷമായിട്ടിരിക്കുകയാണ്. ബഹുഭൂരിപക്ഷം ആളുകളും സെക്കുലർ മനസ്സുള്ള ആളുകളായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവരെ അതിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ കോൺഗ്രസും അവരുടെ രാഷ്ട്രവിരുദ്ധ നിലപാടുകളും അവരുടെ സാംസ്കാരിക വിരുദ്ധ നിലപാടുകളുമെല്ലാം അവരെ പ്രേരിപ്പിച്ചു. അതിനാൽ അവരും കുറേ പേർ മതപരമായിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടരെയായിട്ട് BJP തന്നെ ഭരിക്കുന്നത്, തുടർന്നങ്ങോട്ടും അവർ തന്നെ ഭരിക്കാൻ പോകുന്നതും. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് കോൺഗ്രസിന് മനസ്സിലായി. അതിനാൽ വേരുകൾ ഒന്ന് തിരികെ പിടിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തി നോക്കുകയാണ്. വിജയിക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ ഒരു നിലപാടും ഇവിടെ വയനാട്ടിൽ വരുമ്പോൾ വേറൊരു നിലപാടുമായിട്ട് അവർക്ക് നിൽക്കേണ്ടി വരും. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ കാലമാണ്. അതിനാൽ ഈ ഇരട്ടത്താപ്പുകൾ വളരെ വേഗം പൊളിയുകയും ചെയ്യും. അതുകൊണ്ട് എത്ര കാലം അവർക്ക് ഈ പ്രഹസനം നടത്താമോ അത്ര കാലം കൂടി അവർ ഈ പ്രഹസനം നടത്തട്ടെ. പക്ഷേ ഒരു കാര്യവുമില്ല എന്ന് മാത്രം.